1911 സവർക്കർ ആൻഡമാനിൽ എത്തുന്നത്. അപ്പം ആൻഡമാനിൽ എത്തുന്നത് വരെ ഒരർത്ഥത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധൻ ആണ്, വലിയ സംശയമൊന്നുമില്ല. ബ്രിട്ടീഷ് വിരുദ്ധനാണ് സവർക്കർ. ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടത്തിന് ശ്രമിച്ച ആളാണ്. ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച് പക്ഷേ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഉണ്ടാക്കാനല്ല സവർക്കർ ശ്രമിച്ചത്, മറിച്ച് ഒരു ബ്രാഹ്മണിസത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം, അതായത് രാജാവ് ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിരുന്നു സവർക്കറുടെ ശ്രമം. അതിന് സവർക്കറുടെ ഈ പറഞ്ഞ പോലെ സവർക്കറുടെ സ്വന്തം കുലം ചിത്പാവൻ ബ്രാഹ്മണ കുലം രാജ്യം ഭരിച്ചിരുന്നവരാണ് എന്ന ഒരു സംഗതിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് നമുക്ക് പറയാം. 1911 ജൂൺ 27 മദ്രാസ് തുറമുഖത്തു നിന്നും SS മഹാരാജ എന്നു പേരുള്ള കപ്പലിൽ സവർക്കറെ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് 10 ദിവസം നീണ്ടു നിന്നു ആ സമുദ്രയാത്ര. 10 ദിവസത്തിന് ശേഷമാണ് ആൻഡമാനിൽ അദ്ദേഹം എത്തുന്നത്, സെല്ലുലാർ ജയിലിൽ അദ്ദേഹം എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഏതാണ്ട് 100ഓളം രാഷ്ട്രീയ തടവുകാർ ഈ ആൻഡമാനിലെ ഈ സെല്ലുലാർ ജയിലിൽ കഴിയുകയുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് സവർക്കറുടെ ജ്യേഷ്ഠൻ ഗണേഷ് ദാമോദർ സവർക്കർ, GD സവർക്കർ നമുക്കറിയാവുന്ന പോലെ നേരത്തെ ആ ജയിലിൽ എത്തപ്പെട്ടിരുന്നു. അതുകൂടാതെ അരബിന്ദ ഘോഷിൻ്റെ സഹോദരനായ ബാരിൻ ഘോഷ്, ഉല്ലാസ്കർ ദത്ത്, സചീന്ദ്രനാഥ് സന്യാൽ, അങ്ങനെ നിരവധി പേർ, ഏതാണ്ട് 100ഓളം രാഷ്ട്രീയ തടവുകാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സവർക്കർ ഈ സെല്ലുലാർ ജയിലിലെത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സവർക്കറുടെ ആത്മധൈര്യത്തിൽ വന്നിട്ടുള്ള ഒരിടിവാണ്. നമുക്കറിയാം സവർക്കർ 2 കൊലപാതകങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ ഒരു വലിയ തരത്തിലുള്ള ഒരു ഭീകര സംഘത്തലവനെ പോലെ വികാരങ്ങളൊന്നുമില്ലാത്ത തൻ്റെ ലക്ഷ്യം മാത്രം മുന്നിൽ കാണുന്ന ഒരാളെ പോലെയാണ് പെരുമാറിയിരുന്നത്. ഇപ്പോൾ മദൻലാൽ ധിംഗ്രയെ കഴ്സൺ വില്ലിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ തോക്ക് കയ്യിൽ കൊടുത്ത് ഈ കൃത്യം വിജയിച്ചില്ലെങ്കിൽ നിന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഒരു സവർക്കർ നമ്മുടെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ 10-20 വയസ്സ് മാത്രം പ്രായമുള്ള അനന്ത് കൻഹാരെ എന്ന് പേരുള്ള അഭിനവ് ഭാരത് പ്രവർത്തകനെ കൊണ്ട് AMT ജാക്സനെ കൊല ചെയ്യിക്കാൻ പിന്നിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കൊല ആസൂത്രണം ചെയ്യുമ്പോഴൊക്കെ തന്നെ വികാരങ്ങളൊന്നുമില്ലാത്ത ഒരു തരത്തിലുള്ള സ്റ്റബോണായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് സവർക്കറെ നാം കാണുന്നത്. പക്ഷെ അതേസമയം ഈ കേസിൽ പിടിക്കപ്പെട്ട് 50 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ കയറുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യത്തിനും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിനോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധൻ എന്ന നിലയിൽ ആ പോരാട്ട ശക്തിക്കും ഇടിവ് സംഭവിക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ വേറെങ്ങും പോകണ്ട, സവർക്കറുടെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുള്ള വാചകങ്ങൾ തന്നെ അതിന് തെളിവാണെന്ന് നമുക്ക് കാണാം. സവർക്കർ എഴുതുന്നത് ഈ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് കടക്കുമ്പോൾ താൻ അനുഭവിച്ച വികാരത്തെക്കുറിച്ച് സവർക്കർ എഴുതുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്: എൻ്റെ പുറകിൽ വാതിലടഞ്ഞു, മരണത്തിൻ്റെ തനിവായിൽ അകപ്പെട്ട പോലെ എനിക്ക് തോന്നി എന്ന മട്ടിലാണ് ആദ്യത്തെ വാചകം തന്നെ. ആൻഡമാൻ ജയിലിനെ കുറിച്ചുള്ള, സെല്ലുലാർ ജയിലിനെ കുറിച്ചുള്ള ആദ്യ വാചകം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താൻ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരെ രക്തസാക്ഷികളാകാൻ പ്രേരിപ്പിക്കുമ്പോൾ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഭീതി അല്ലെങ്കിൽ ഒരു ധൈര്യക്കുറവ് സവർക്കർ സ്വയം ഈ പറയുന്ന തടവ് ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ആ വികാരത്തിന് അത്തരം ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. സവർക്കർ ഈ സമയത്ത് 1911 ജൂലൈ ആദ്യവാരത്തിലാണ് സവർക്കർ ജയിലിലെത്തുന്നത്. ആ സമയത്ത് മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത 1911 ഡിസംബറിൽ ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് ചക്രവർത്തിയായി സ്ഥാനമേൽക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു സ്വഭാവം, ബ്രിട്ടീഷുകാരുടെ ഒരു രീതി
ഒരു പുതിയ രാജാവ് സ്ഥാനമേൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ രാജ്ഞി സ്ഥാനമേൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാജകുടുംബത്തിന് എന്തെങ്കിലും ഉത്കർഷം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ രാജാവ് കോളനി രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും രാജകുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ കോളനി രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ തടവുകാർക്ക് പൊതുമാപ്പ് നൽകി വിട്ടയക്കുന്ന ഒരു സമ്പ്രദായം ആ കാലത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. പുതിയൊരു കിരീടധാരണ അവകാശി പറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ കിരീടധാരണം നടക്കുമ്പോഴൊക്കെ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി കോളനി രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ തടവുകാരിൽ ചിലരെ വിട്ടയക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ സവർക്കർക്ക് ഇതറിയാമായിരുന്നതുകൊണ്ട് ഈ പറയുന്ന ഡിസംബറിൽ കിരീടധാരണം നടക്കുന്നതിന് മുമ്പ്, ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണം നടക്കുന്നതിന് മുമ്പ് തന്നെ 1911 ഓഗസ്റ്റ് 30, അതായത് 1911 ജൂലൈ ആദ്യവാരമാണ് സവർക്കർ ആൻഡമാൻ ജയിലിൽ എത്തുന്നത്. ഏതാണ്ട് ഒരു 2 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ 1911 ഓഗസ്റ്റ് 30 ആദ്യത്തെ മാപ്പപേക്ഷ അദ്ദേഹം ജയിൽ അധികൃതർക്ക് സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണത്തിനോട് അനുബന്ധിച്ച് പൊതുമാപ്പ് നൽകി വിട്ടയക്കുന്ന രാഷ്ട്രീയ തടവുകാരിൽ തന്നെയും പെടുത്തണമെന്നുള്ള അപേക്ഷയാണ് നൽകുന്നത്. പക്ഷേ അത് ജയിൽ അധികൃതർ അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അത് തള്ളിക്കളഞ്ഞു. 1911 സെപ്റ്റംബർ 3 തന്നെ, ഓഗസ്റ്റ് 30 അപേക്ഷ കൊടുക്കുന്നു. സെപ്റ്റംബർ 3 തന്നെ സവർക്കാർക്ക് അറിയിപ്പ് കിട്ടുന്നു, താങ്കളുടെ മാപ്പപേക്ഷ, ക്ലെമൻസി പെറ്റീഷൻ തള്ളിക്കളയാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മാപ്പപേക്ഷ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ജയിലിൽ എത്തിപ്പെട്ട് ഏതാണ്ട് 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ മാപ്പപേക്ഷ സവർക്കർ സമർപ്പിക്കുന്നുണ്ട്. ആ മാപ്പപേക്ഷ തള്ളിക്കളഞ്ഞു. ദിവസങ്ങൾക്കകം ജയിലധികൃതർ തള്ളിക്കളയുണ്ടായി. ഇതിനിടയിൽ ഈ ജയിലിൽ കുറച്ച് സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ജയിലിൽ, ആൻഡമാൻ ജയിലിലെ ജയിലർ ഡേവിഡ് ബാരി എന്ന് പറയുന്ന ഒരു അയർലൻഡുകാരനായിരുന്നു, ഐറിഷ് പൗരനായിരുന്നു. ഈ ബാരി വലിയ തരത്തിലുള്ള ഒരു പീഡകനായിരുന്നു എന്ന് നമുക്ക് മറ്റ് ജയിലിലുണ്ടായിരുന്ന തടവുകാരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ അന്ന് ആൻഡമാൻ സെല്ലുലാർ ജയിലിലെ രാഷ്ട്രീയ തടവുകാരോട് വളരെ മോശമായിട്ടാണ് ജയിലധികൃതർ പെരുമാറിയിരുന്നത്. അപ്പോൾ ഈ ഒരുപാട് പീഡനങ്ങൾ അവർ സഹിച്ചിരുന്നു. ഉദാഹരണമായിട്ട് അവർക്ക് ഭക്ഷണം വേണ്ടത്ര നൽകിയിരുന്നില്ല. അസുഖം വല്ലതും ബാധിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ ഉള്ള യാതൊരു നടപടിയും ജയിലധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വലിയ ദുസ്സഹമായ ജയിൽ അനുഭവമാണ് മുഴുവൻ രാഷ്ട്രീയ തടവുകാർക്കും ആൻഡമാനിൽ അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ സമരം ചെയ്തിട്ട് ഈ രാഷ്ട്രീയ തടവുകാർ പുറത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇതിനെ ജയിലിനുള്ളിൽ ചെറുത്ത് നിൽക്കുന്നുണ്ട്. തങ്ങളുടെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തെ ജയിലിലും അവർ കാത്തു സൂക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ മറ്റു ചിലർക്ക് ഈ പീഡനങ്ങൾ സഹിക്കാൻ കരുത്തില്ലാതെ മറ്റു ചിലർ തകർന്നു പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ദുഭൂഷൺ റോയ് എന്ന് പറയുന്ന തടവുകാരൻ, രാഷ്ട്രീയ തടവുകാരൻ 1912 ഏപ്രിൽ 29 ഈ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ആൻഡമാൻ ജയിലിലെ സെല്ലുലാർ ജയിലിലെ സെല്ലില് തൂങ്ങി മരിക്കുന്നുണ്ട്. അപ്പം ഇന്ദുഭൂഷൺ റോയ് ആത്മഹത്യ ചെയ്തതോടെ അത് വലിയ ചർച്ചാ വിഷയം ഈ ജയിലിലെ അന്തേവാസികൾക്ക്, രാഷ്ട്രീയ തടവുകാരുടെ അന്തേവാസികൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. പീഡനം സഹിക്കാതെയാണ് ഇന്ദുഭൂഷൺ റോയ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണം, പലതരത്തിൽ പ്രതികരിക്കണം എന്നുള്ള ബോധം ജയിലിലെ ഈ പറയുന്ന രാഷ്ട്രീയ തടവുകാർക്ക് ഇടയിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ, ഹോട്ടിലാൽ വർമ്മ എന്ന് പറയുന്ന ഒരാൾ ഈ ജയിലിലെ പീഡന കഥകൾ കുറിപ്പുകളായിട്ട് എഴുതി അത് വളരെ രഹസ്യമായിട്ട് ജയിലിന് പുറത്തെത്തിക്കുകയും ഇന്ത്യൻ മെയിൻലാൻഡിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പക്കൽ എത്തിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം വലിയ റിസ്ക് എടുത്തിട്ടാണ്, വലിയ തരത്തിലുള്ള പ്രതിസന്ധി വരാവുന്ന ഒരു സംഭവം, ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോട്ടിലാൽ വർമ്മയുടെ കുറിപ്പുകളിൽ ആൻഡമാൻ ജയിലിലെ പീഡനങ്ങളുടെ ഒരു വലിയ ചിത്രണം ഉണ്ടായിരുന്നു.
ഇത് എത്തുന്നത് ഇന്ത്യൻ മെയിൻലാൻഡിൽ എത്തുന്നത് സുരേന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിലാണ്. സുരേന്ദ്രനാഥ് ബാനർജി അന്ന് ബംഗാളി എന്ന് പേരുള്ള ഒരു പത്രം നടത്തുന്നുണ്ട്. അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിന് ആവേഗം കൂട്ടുന്നതിനായി ഒരുപാട് പത്രികകൾ ഇറങ്ങുന്ന കാലമാണ്. അപ്പം അങ്ങനെ ബംഗാളി എന്ന് പറയുന്ന ഒരു പത്രിക സുരേന്ദ്രനാഥ് ബാനർജിയുടെ എഡിറ്റോറിയൽ ഷിപ്പിൽ പത്രാധിപത്യത്തിൽ ബംഗാളിൽ പുറത്തിറക്കിയിരുന്നു. ഈ ബംഗാളി പത്രത്തിൽ ഈ പറയുന്ന ഹോട്ടിലാൽ വർമ്മയുടെ കുറിപ്പുകൾ, ഈ ജയിലനുഭവ കുറിപ്പുകൾ, ജയിലിലെ പീഡന കഥകൾ അതിൽ അച്ചടിച്ചു വന്നതോടെ അത് വലിയ കോളിളക്കം ഇന്ത്യ വൻകരയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ബ്രിട്ടീഷുകാർ മനുഷ്യാവകാശത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കൊക്കെ വേണ്ടി ലോകം മുഴുവൻ സംസാരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ജയിലറകളിൽ കോളനി നിവാസികൾ, കോളനി രാഷ്ട്രീയ പ്രവർത്തകർ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്രയാണെന്നും അത് ബ്രിട്ടീഷുകാരുടെ മറുപുറം, ഒരു ഇരുണ്ട മറുപുറം വെളിവാക്കുന്ന ഒന്നാണെന്നൊക്കെ ആ തരത്തിൽ വലിയ കോളിളക്കം ബംഗാളി പത്രികയിൽ ഹോട്ടിലാൽ വർമ്മയുടെ ഈ അനുഭവക്കുറിപ്പുകൾ അച്ചടിച്ചു വന്നതോടെ സംഭവിക്കുകയുണ്ടായി. അതവിടെ നിന്നില്ല. മറ്റ് പത്രികകളും ഈ കുറിപ്പുകൾ ഏറ്റെടുക്കുകയുണ്ടായി. ഉദാഹരണമായിട്ട് ലാഹോറിലെ ട്രിബ്യൂൺ എന്ന് പറയുന്ന പത്രത്തിൽ ഇത് വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ അമൃത ബസാർ പത്രികയിൽ ഇതൊക്കെ പുനഃപ്രസിദ്ധീകരിച്ചു വരികയുണ്ടായി. അപ്പം അങ്ങനെ രാഷ്ട്രീയമായ ഒരു വലിയ കോളിളക്കം ആ സമയത്ത് പൊതുജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡമാൻ സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിലെ പീഡനങ്ങളെക്കുറിച്ച്, മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അങ്ങനെ പുറത്തെത്തുന്നുണ്ട്. അതേസമയം ജയിലിനുള്ളിൽ ഇന്ദുഭൂഷൺ റോയിയുടെ ആത്മഹത്യക്ക് ശേഷം ജയിലിനുള്ളിലെ രാഷ്ട്രീയ തടവുകാർ, നാം നേരത്തെ പറഞ്ഞ പോലെ അവരിൽ പലരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി പലതരത്തിലുള്ള സായുധ സമരങ്ങൾ നടത്തിയിട്ട് ആണ് അവർ ജയിലിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വീര്യം, ഈ സമരവീര്യം കുറയാത്ത ആൾക്കാർ അവിടെ പ്രതിഷേധിക്കാൻ ആരംഭിച്ചു. അതിലൊരാളുടെ പേര് ലതാറാം എന്നാണ്. ലതാറാം ഈ നേരത്തെ പറഞ്ഞ പോലെ സ്വരാജ് എന്ന് പറയുന്ന ഒരു പത്രിക നടത്തിയിരുന്ന ഒരാളാണ്. അതിൻ്റെ പത്രാധിപരായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ തടവുകാരനായിട്ട് ആൻഡമാനിൽ എത്തിയ ആളാണ്. അപ്പോൾ ലതാറാമും അതുപോലെ തന്നെ 17 വയസ്സ് മാത്രം പ്രായമുള്ള നാനി ഗോപാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും കൂടി ഈ ഇന്ദുഭൂഷൺ റോയിയുടെ ആത്മഹത്യക്ക് ശേഷം ജയിലിലെ പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി അതിനെതിരെ നിരാഹാര സമരം ആരംഭിക്കുകയാണ്. അപ്പോൾ ജയിലിനുള്ളിലെ നാനി ഗോപാലും ലതാറാമും നിരാഹാര സമരത്തിൽ ഏർപ്പെടുന്നു. അതേപോലെ തന്നെ ജയിലിന് പുറത്ത് ജോലിക്ക് വിട്ടിരുന്ന ചില രാഷ്ട്രീയ തടവുകാരുണ്ട്. നമുക്കറിയാവുന്ന പോലെ ആൻഡമാൻ എന്ന് പറയുന്നത് ഒരു ദ്വീപായതുകൊണ്ട് ജയിലിനുള്ളിൽ നല്ല നടപ്പ് കാഴ്ചവെച്ച രാഷ്ട്രീയ തടവുകാരെ ജയിലിന് പുറത്തുള്ള തൊഴിൽ ചെയ്യാൻ വിടുമായിരുന്നു. കാരണം അതൊരു ദ്വീപായതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുക എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് ജയിലിന് പുറത്ത് ഉള്ള ജോലികൾ ചെയ്യാൻ, ഗവൺമെൻറ്റിന് ആവശ്യമുള്ള കായികമായിട്ടുള്ള വൃത്തികൾ ചെയ്യാൻ ജയിലിനുള്ളിലെ തടവുകാരെ ഉപയോഗിച്ചിരുന്നു. അപ്പം അങ്ങനെ പുറത്ത് വിട്ട തടവുകാർ അവിടെ വെച്ചിട്ട് ബോംബ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഈ ജയിലധികൃതർക്ക് കിട്ടുകയാണ്. മാത്രമല്ല, ഈ തടവുകാരുടെ കയ്യിൽ നിന്ന് ബോംബിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഗ്രാമഫോൺ നീഡിൽസ്, അതുപോലെ തന്നെ ഇരുമ്പ് കഷ്ണങ്ങൾ, ഇതൊക്കെ അവരിൽ നിന്ന് പിടിച്ചെടുത്ത്, അവരിൽ നിന്നെന്ന് പറഞ്ഞാൽ ആരിൽ നിന്നാണെന്നുള്ളതല്ല, മറിച്ച് അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുകയും അത് ആ തെളിവ് സാമഗ്രികൾ പരിശോധിച്ചപ്പോൾ ഈ ജയിലിന് പുറത്തേക്ക് വിട്ടിട്ടുള്ള തടവുകാർ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന ഒരു ഊഹാപോഹത്തിൽ ജയിലധികൃതർ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ സംഭവിക്കുമ്പോഴും സവർക്കർ നമ്മൾ നേരത്തെ കണ്ട പോലെ ആത്മധൈര്യം വെടിഞ്ഞ ഒരാളായിട്ടാണ് നമ്മൾ സവർക്കറുടെ ആത്മകഥയെ തന്നെ കാണപ്പെടുന്നത്. സവർക്കർ ഈ നാനി ഗോപാലും ലതാറാമും നിരാഹാരം ആരംഭിക്കുമ്പോൾ സവർക്കർ യഥാർത്ഥത്തിൽ വേറൊരിടത്താണെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്ന ആശയം മുൻനിർത്തി അവരെ സപ്പോർട്ട് ചെയ്യേണ്ട സവർക്കർ ഈ നിരാഹാരത്തെ പേടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് താൻ പ്രേരിപ്പിച്ചതാണോ എന്ന് ബ്രിട്ടീഷുകാർ സംശയിക്കും എന്ന മട്ടിലാണ് സവർക്കർ ഭീതിതനാവുന്നത്. അതേപോലെ തന്നെ പുറത്ത് ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ബ്രിട്ടീഷുകാർ കണ്ടെടുത്തു, ഈ ജയിലധികൃതർ കണ്ടെടുത്തു എന്ന വാർത്ത കേൾക്കുമ്പോഴും
തന്നെ ഇനി തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുമോ എന്ന ഭയത്തിലാണ് സവർക്കർ കഴിയുന്നത്. സവർക്കർ തന്നെ എഴുതിയിട്ടുണ്ട്, 50 വർഷം എൻ്റെ മുന്നിൽ ഇങ്ങനെ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. 50 വർഷത്തേക്കാണല്ലോ തടവ് ശിക്ഷ വിധിച്ചത്. ഇങ്ങനെ 50 വർഷം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്ന സമയത്താണ് ഈ 2 വാർത്തകൾ വരുന്നത്. ഈ 2 വാർത്തകളുടെ ഉത്തരവാദി ഞാനാണെന്ന് ആ രീതിയിൽ സംശയിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും ശിക്ഷ കിട്ടും, എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന മട്ടിലാണ് സവർക്കർ ആ സമയത്ത് പെരുമാറുന്നത്. ഇതിനിടയിൽ 1912 ഒക്ടോബറിൽ 29 അദ്ദേഹം 2ാമത്തെ മാപ്പപേക്ഷയും ജയിലധികൃതർക്ക് സമർപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ മാപ്പപേക്ഷ തള്ളിപ്പോയി. ആദ്യത്തെ മാപ്പപേക്ഷ വന്ന ഉടനെ, ജയിലിൽ വന്ന ഉടനെ ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണത്തോട് അനുബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഒരു പെറ്റീഷനായിരുന്നു, ക്ലെമൻസി പെറ്റീഷനായിരുന്നു. 2ാമത്തെ മാപ്പപേക്ഷ 1912 പിന്നത്തെ കൊല്ലം ആണ് സമർപ്പിക്കുന്നത്. അത് സമർപ്പിക്കുമ്പോൾ മാപ്പ് തരാനുള്ള കാരണമായി, അല്ലെങ്കിൽ പുറത്ത് തന്നെ വിടാനുള്ള, മാപ്പ് നൽകി പുറത്തു വിടാനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തൻ്റെ സൽസ്വഭാവമാണ്. ജയിലിൽ ഞാൻ യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ബാക്കി രാഷ്ട്രീയ തടവുകാർ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ബ്രിട്ടീഷുകാരോട് ചേർന്നിട്ടാണ് പ്രവർത്തിച്ചു പോകുന്നത്, ജയിലിൽ യാതൊരു പ്രശ്നവുമില്ലാതെ സൽസ്വഭാവിയായി കഴിയുകയാണ് എന്ന മട്ടിലുള്ള ഒരു സന്ദേശം അറിയിക്കുകയാണ് അത് മാപ്പപേക്ഷയിലൂടെ സവർക്കർ ചെയ്തത്. അതും അവർ തള്ളിക്കളയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നേരത്തെ നാം പറഞ്ഞ ഈ സെല്ലുലാർ ജയിലിലെ പീഡന കഥകൾ പുറത്തു വരുന്നു, പത്രങ്ങളിൽ വരുന്നു, വലിയ പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ പെരുമ്പറയടിച്ച് കാണിച്ചിരുന്ന മനുഷ്യാവകാശം ഞങ്ങൾ പരിപാലിക്കുമെന്ന അവകാശവാദത്തിനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ജയിലറകൾ പരിഷ്കൃത ജയിലറകളാണ് എന്ന മട്ടിൽ അവർ പ്രചരിപ്പിച്ചിരുന്ന കാര്യത്തിനൊക്കെ വലിയ പരിക്ക് പറ്റുകയാണ്. ഹോട്ടിലാൽ വർമ്മയുടെ കുറിപ്പുകൾ വിവിധ പത്രങ്ങളിൽ വന്നോടെ. അപ്പം അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അതിനെ കാണാതിരിക്കാൻ നിർവാഹമില്ല എന്ന മട്ടു വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ ഇത് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ്. ഒരു ഏകാംഗ കമ്മീഷനെയാണ് നിയോഗിക്കുന്നത്. അത് ആ ഏകാംഗം റെജിനാൾഡ് എച്ച് ക്രഡോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. റെജിനാൾഡ് എച്ച് ക്രഡോക്ക് അക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹോം മെമ്പർ എന്ന പദവി വഹിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഈ പശ്ചാത്തലത്തിൽ റെജിനാൾഡ് എച്ച് ക്രഡോക്ക് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ എത്തുകയാണ്. 1913 ഇത് സംഭവിക്കുന്നത്. 1913 ഈ ജയിലറയിൽ എത്തുന്നു. ഒരുപാട് തടവുകാരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. അതായത് ജയിലിലെ പീഡനങ്ങളെ സംബന്ധിച്ച ഒരു ധാരണകൾ സ്വരൂപിക്കാൻ വേണ്ടി ഈ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സവർക്കർ, ബാരിൻ ഘോഷ് തുടങ്ങിയ ആളുകളിൽ നിന്ന് ഈ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ടിലാൽ വർമ്മ പോലെയുള്ള, ഉപേന്ദ്രനാഥ ബാനർജി പോലെയുള്ള, പുലിൻ ബിഹാരി പോലെയുള്ള ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട തടവുകാരെ അവരെ സെല്ലിൽ ചെന്ന് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ റെജിനാൾഡ് എച്ച് ക്രഡോക്കിൻ്റെ മുന്നിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ സവർക്കർ അദ്ദേഹത്തിന് മുന്നിൽ തൻ്റെ മനസ്സ് തുറക്കുന്നുണ്ട്. തനിക്ക് വന്ന പരിണാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്ന താൻ ഈ സമയത്ത് ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൻ്റെ സജ്ജത ആദ്യമായി ഒരു അധികാരിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. അപ്പോൾ റെജിനാൾഡ് എച്ച് ക്രഡോക്കിനോട് സവർക്കർ പറയും, ഞാനിപ്പോൾ ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനാ രീതികളിൽ ഇത്ര നാളും എനിക്ക് വിശ്വാസം ഇരുന്നില്ല, പക്ഷെ ഇപ്പോൾ വിശ്വാസമുണ്ട്. അതിന് കാരണമായിട്ട് സവർക്കർ പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പരിഷ്കാരങ്ങളാണ്. ഇപ്പോൾ മോർലി മിൻറ്റോ പരിഷ്കാരം ആ സമയത്താണല്ലോ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കുറേയും കൂടി ഇന്നലെ ഇല്ലാത്ത വിധം അവകാശങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ മോർലി മിൻറ്റോ പരിഷ്കരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിഷ്കരണം കൊണ്ടുവന്നു. രണ്ടാമതായി ഗോപാലകൃഷ്ണ ഗോഖലെ അക്കാലത്ത് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി ഒരു യത്നം ആരംഭിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു.
അപ്പൊ ആ പദ്ധതിയുടെ വിജയത്തിലേക്ക് ബ്രിട്ടീഷുകാർ, ഹാർഡിംഗ് പ്രഭു, അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ഹാർഡിംഗ് പ്രഭു അതിനെ സപ്പോർട്ട് ചെയ്യുകയും കുറേ പണം അതിനു വേണ്ടിയിട്ട്, ഈ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഈ പദ്ധതിക്കായി സംഭാവന ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ ഇത് രണ്ടും ചൂണ്ടിക്കാട്ടിയിട്ടാണ് സവർക്കർ പറയുന്നത് പണ്ടത്തെ പോലെ ബ്രിട്ടീഷ് വിരുദ്ധത എന്നിലില്ല, കാരണം ബ്രിട്ടീഷുകാർ ഇത്തരം പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അതിനെയൊക്കെ സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാർ മുമ്പത്തെ പോലെയല്ല, ഇന്ത്യൻ ജനതയുടെ ഉന്നമനത്തിൽ കുറെ കൂടി ശ്രദ്ധ പതിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ബ്രിട്ടീഷ് വിരുദ്ധനായിരിക്കില്ല, മറിച്ച് ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് പ്രവർത്തിക്കാം എന്ന ഒരു വാഗ്ദാനമാണ് റെജിനാൾഡ് എച്ച് ക്രഡോക്കിന് മുന്നിൽ. പീഡനം അന്വേഷിക്കാൻ വന്ന ആളാണ് ജയിലിൽ. ഇന്ദുഭൂഷൺ റോയ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നാനിഗോപാലും ലതാഗോപാലും ലതാറാമും പോലെയുള്ള ആൾക്കാർ നിരാഹാരം ഇരുന്നിട്ടുണ്ട്. പക്ഷേ സവർക്കർ ക്രഡോക്കിനോട് സംസാരിക്കുന്നത് ഈ കാര്യമാണ്, ബ്രിട്ടീഷ് അനുകൂലിയായി താൻ മാറി എന്ന വിവരമാണ് അറിയിക്കുന്നത്. പക്ഷെ ക്രഡോക്കിന് സ്വാഭാവികമായിട്ട് ഈ സവർക്കറുടെ ക്രെഡിബിലിറ്റിയിൽ വലിയ സംശയം തോന്നുകയും അതുകൊണ്ട് സവർക്കറോട് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു. റിട്ടേൺ ആയിട്ട് ഈ തൻ്റെ മാറ്റത്തെക്കുറിച്ചുള്ള ഈ കാര്യം റിട്ടേൺ ആയിട്ട് എഴുതി തരാൻ ക്രഡോക്ക് പറയുകയാണ്. പക്ഷെ സവർക്കർ അപ്പോൾ അതിൽ കുറച്ചൊരു ശങ്ക പഠിപ്പിച്ചു. കാരണം സവർക്കർ പുറത്ത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സവർക്കറുടെ ഇമേജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നിന്ന ഒരു നായകൻ എന്നുള്ള ഇമേജാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർക്കിടയിലെങ്കിലും സവർക്കർക്ക് ഉള്ളത്. അപ്പൊ ആ ഇമേജ് നശിച്ചു പോകുമോ എന്ന ഭയത്താലാവും സവർക്കർ ക്രഡോക്കിനോട് ആവശ്യപ്പെടുന്നത് ഈ നാം തമ്മിൽ കണ്ട അഭിമുഖ വേളയിൽ സവർക്കർ ക്രഡോക്കിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങളെ പ്രസിദ്ധപ്പെടുത്താൻ, ക്രഡോക്ക് തന്നെ പ്രസിദ്ധപ്പെടുത്താനാണ് സവർക്കർ ആവശ്യപ്പെടുന്നത്. പക്ഷേ തന്ത്രശാലിയായ ക്രഡോക്ക് പറയും, അത് നിരാകരിക്കുകയും സവർക്കറോട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി വളരെ കൃത്യമായി താങ്കളുടെ മാറ്റം എഴുതി തരണമെന്ന് പറയുകയും ചെയ്തു. അപ്പം നമ്മൾ ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഈ സവർക്കർ പറയുന്ന ഈ പരിഷ്കരണങ്ങൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ സവർക്കറുടെ ബ്രിട്ടീഷ് വിരുദ്ധത അവസാനിപ്പിക്കാൻ തക്ക എന്തെങ്കിലും ഈ മോർലി മിൻറ്റോ പരിഷ്കരണത്തിലോ അല്ലെങ്കിൽ ഈ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫണ്ടിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് സംഭാവന ചെയ്തതോ ഒക്കെ തന്നെ ഈ ബ്രിട്ടീഷ് വിരുദ്ധതയിൽ, സവർക്കറുടെ ബ്രിട്ടീഷ് വിരുദ്ധതയിൽ നിന്ന് ബ്രിട്ടീഷ് അനുകൂലിയാകാൻ തക്ക വിധത്തിൽ വലിപ്പമുള്ളതായിരുന്നോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ ആവശ്യമാണ്. ഈ മോർലി മിൻറ്റോ പരിഷ്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രധാനപ്പെട്ട പരിഷ്കരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പൊ സവർക്കറുടെ ജീവിതത്തിൽ മുഴുവൻ മുസ്ലിം വിരുദ്ധനായിരുന്ന ആൾ പിന്നീടും ജീവിതത്തിൽ മുസ്ലിം വിരുദ്ധത അങ്ങേയറ്റം കൊണ്ടു തുടർന്ന ആള് പറയുന്നത് ഈ പരിഷ്കരണം നമുക്ക് വലിയ തരത്തിലുള്ള ഈ ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ സ്വാതന്ത്ര്യമാണെന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ ആനുകൂല്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിലെ തന്നെ വൈരുദ്ധ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണൽ അവാർഡ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ നൽകുന്നത് ഈ ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. അല്ലാതെ അവർ ഒരു പരിഷ്കരണം ഇങ്ങനെ ഇന്ത്യയിലെ ജനസ്ഥിതി, മുസ്ലിങ്ങളുടെ സ്ഥിതി കണക്കിലെടുത്തിട്ട് അങ്ങനെ അവരെ ഭരണത്തിൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിൽ ഒന്നുമല്ല ചെയ്യുന്നത്. ഈ കൊളോണിയൽ ഭരണാധികാരികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഉണ്ടാവരുത്. കോളനി രാഷ്ട്രങ്ങളിൽ നിന്ന് തങ്ങളുടെ ഭരണത്തിനെതിരെ ഒരു സമരം ഉണ്ടാവരുത്. അതെങ്ങനെയെങ്കിലും മാറ്റി തീർക്കണമെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹിന്ദുവും മുസ്ലിമുമായിട്ട് ജനതയെ വേർപിരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വേർപിരിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മോർലി മിൻറ്റോ പരിഷ്കരണത്തിൽ ഈ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരുന്നത്. രണ്ടാമതായി അപ്പം സവർക്കർ ഒരിക്കലും അനുകൂലിക്കാത്ത കൂടുതൽ ബ്രിട്ടീഷ് വിരുദ്ധതയിലേക്ക് നീങ്ങാനുള്ള ഒരു കാരണമായി എടുക്കേണ്ടതാണ് സവർക്കറുടെ പോലെ രാഷ്ട്രീയ നിലപാടുള്ള
ഹൈന്ദവ ബ്രാഹ്മണിക രാഷ്ട്രീയ നിലപാടുള്ള ഒരാൾ. പക്ഷെ ഇതുമൂലം ബ്രിട്ടീഷ് അനുകൂലിയായി എന്നാണ് ക്രഡോക്കിനോട് പറയുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗോപാലകൃഷ്ണ ഗോഖലെ എക്കാലത്തും സവർക്കറുടെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു. അല്ലെങ്കിൽ സവർക്കർ പിൻപറ്റുന്ന തിലകൈറ്റ് രാഷ്ട്രീയ ദർശനം, തിലകന്റെ രാഷ്ട്രീയ ദർശനത്തിന് എക്കാലത്തും എതിർത്തിരുന്ന ഒരാളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് നമുക്കറിയാം. തിലകന് വേണ്ടി അല്ലെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെയെ എതിർക്കാൻ വേണ്ടിയാണ് സവർക്കർ തിലകന് വേണ്ടി പല രാഷ്ട്രീയ പരിപാടികളും അദ്ദേഹത്തിൻ്റെ ഫെർഗൂസൺ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആവിഷ്കരിച്ചത് എന്ന് നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിൽ പറയുകയുണ്ടായിരുന്നു. വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്നതുൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. മാത്രമല്ല, അഭിനവ് ഭാരതിൻ്റെ മീറ്റിങ്ങിൽ സവർക്കർ പറയുന്നത്, ഗോപാലകൃഷ്ണ ഗോഖലെയെ ഒരിക്കൽ വിശേഷിപ്പിച്ചത്, ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഒരു ആൽമരമാണെന്ന് നമ്മൾ വിചാരിച്ചാൽ അതിന് ചുവട്ടിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ആളാണ് ഗോപാലകൃഷ്ണ ഗോഖലെയും, അല്ലെങ്കിൽ അത്തരം ആളുകളാണ് ഗോപാലകൃഷ്ണ ഗോഖലെയും കോൺഗ്രസിലെ മിതവാദികളും എന്നാണ് അഭിനവ് ഭാരതിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അനുകൂല നിലപാടെടുക്കുന്ന ആളുകളായി, ശത്രുക്കളായാണ് ഗോപാലകൃഷ്ണ ഗോഖലെയെയും കൂട്ടരെയും സവർക്കർ കണ്ടിരുന്നത്. അപ്പോൾ ഈ രണ്ട് നിലപാടുകളും, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രൈമറി എഡ്യൂക്കേഷനെ, പ്രാഥമിക വിദ്യാഭ്യാസത്തെ സഹായിക്കുന്ന ഫണ്ടിലേക്ക് സംഭാവന നൽകി മോർലി മിൻറ്റോ പരിഷ്കരണങ്ങൾ, ഇത് രണ്ടും ചൂണ്ടിക്കാട്ടി താൻ ബ്രിട്ടീഷ് അനുകൂലിയായി എന്ന് പറയുന്നതിലെ അസംബന്ധത നമുക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടും. പക്ഷെ ക്രഡോക്ക് നിർബന്ധിച്ചതനുസരിച്ച് യഥാർത്ഥത്തിൽ ഈ നമ്മൾ കാണുന്ന പോലെ രണ്ട് മാപ്പപേക്ഷകളും കാണുന്ന പോലെ എങ്ങനെയെങ്കിലും ജയിലറയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന അദമ്യമായ ഒരു ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരവസ്ഥയിലേക്ക് സവർക്കർ മാറിയിരുന്നു. അതുകൊണ്ട് 1913 നവംബർ 14 ക്രഡോക്കിന് സമർപ്പിക്കുന്ന അപേക്ഷയിൽ ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ബ്രിട്ടീഷ് അനുകൂലിയായി തൻ്റെ ആത്മധൈര്യം ചോർന്ന് ബ്രിട്ടീഷ് അനുകൂലിയായി മാറുന്ന ഒരു സവർക്കറെയാണ് ഈ മൂന്നാമത്തെ മാപ്പപേക്ഷയിൽ, ക്രഡോക്കിന് സമർപ്പിച്ച മാപ്പപേക്ഷയിൽ നമ്മൾ കാണുന്നത്. ക്രഡോക്കിന് സമർപ്പിച്ച ഈ മാപ്പപേക്ഷ നോക്കുകയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, പ്രധാനമായും ഉന്നയിച്ച വാദങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് സവർക്കർ ആവശ്യപ്പെടുന്നത്, ഒന്നുകിൽ എന്നെ ഇന്ത്യൻ മെയിൻലാൻഡിലെ, ഇന്ത്യ വൻകരയിലെ ഒരു ജയിലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആൻഡമാനിലാണ്, സെല്ലുലാർ ജയിലിലാണ്. ഇന്ത്യ വൻകരയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ദ്വീപസമൂഹത്തിനുള്ളിലെ ജയിലറയിലാണ് ഞാൻ. ഇന്ത്യ വൻകരയിലെ ഏതെങ്കിലും ജയിലിലേക്ക് എന്നെ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടെ എൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ കഴിയും, അവർക്ക് എന്നെ വന്ന് സന്ദർശിക്കാൻ കഴിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധ്യമല്ല. എൻ്റെ കിത്ത് ആൻഡ് കിൻസ്, എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ദൂരെയാണ്, ആരെയും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ വൻകരയിലെ ജയിലിലേക്ക് എന്നെ മാറ്റുക, അതാണ് ഒരാവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. അതല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരപേക്ഷയായിട്ട് ഉന്നയിക്കുന്നത്, അതല്ലെങ്കിൽ എന്നെ വെറുതെ വിടുക. എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന കാര്യവും അതിനുള്ളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സവർക്കർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം, അല്ലെങ്കിൽ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തന്നെ വെറുതെ വിടുകയാണെങ്കിൽ തന്നെ വെറുതെ വിട്ടു എന്നുള്ളതല്ല, മറിച്ച് തൻ്റെ നേതൃത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം യുവാക്കൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, അഭിനവ് ഭാരതും മിത്രമേളയും അതുപോലെ തന്നെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ലീഗൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ സായുധ സമരത്തിന് വേണ്ടി, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സായുധ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. സവർക്കറുടെ അനുയായികളായ 2 പേര്, മദൻലാൽ ധിംഗ്ര കഴ്സൺ വില്ലിയെ കൊന്നിട്ടുണ്ട്, അനന്ത് കൻഹാരെ, AMT ജാക്സനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കൊലപാതകങ്ങൾ ഒക്കെ നടത്താൻ കെൽപ്പുള്ള തരത്തിലൊരു സായുധ സംഘടനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം യുവാക്കൾ എൻ്റെ പിന്നിലുണ്ട്. ആ യുവാക്കളെ മുഴുവൻ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഞാൻ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയ്ക്കനുസൃതമായി ജീവിക്കുന്ന മനുഷ്യരായിട്ട് അവരെ മാറ്റാം എന്ന് പറയുന്ന ഒരു വാദമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനമാണ് സവർക്കർ നൽകുന്നതെന്ന് ഓർക്കണം. അതാണ് വിട്ടയക്കുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്.
രണ്ടാമത് ഊന്നി പറയുന്ന ഒരു കാര്യം, എൻ്റെ മാറ്റം സമ്പൂർണ്ണമാണ്, ഒരു സംശയമില്ലാത്ത തരത്തിൽ ഞാൻ ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് മാറിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇനി നാളെ ഇതൊരു തന്ത്രമായി പുറത്ത് ചാടിയിട്ട് വീണ്ടും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്ന യാതൊരു തരത്തിലും ഭയക്കണ്ട. എൻ്റെ മാറ്റം സമ്പൂർണ്ണമാണ്, 100% ഞാൻ ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഹാർഡിംഗ് പ്രഭുവിൻ്റെ ദൂരക്കാഴ്ചയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളിൽ എന്നെ പങ്കാളിയാക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള അഭ്യർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ബ്രിട്ടീഷുകാരെ പുകഴ്ത്തുന്നുണ്ട്. ധീരർക്ക് മാത്രമേ ദയാലുക്കളാവാൻ കഴിയുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ വലിയ ധീരരാണ്, ബ്രേവ് മെന്നാണ്. ധീരർക്ക് മാത്രമേ ദയാലു ആവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നോട് ദയാലുവാകണം എന്ന് പറയുന്ന അഭ്യർത്ഥനയാണ് സവർക്കർ മുന്നിൽ വെക്കുന്നത്, ബ്രിട്ടീഷ് ക്രഡോക്കിന് മുന്നിൽ വെക്കുന്നത്. അവസാനമായി സവർക്കർ അതിൻ്റെ ഉള്ളിൽ മുടിയനായ പുത്രൻ്റെ, ബൈബിളിലെ മുടിയനായ പുത്രൻ്റെ, ധൂർത്തപുത്രൻ്റെ ആ ഉപമയെ, യേശു പറഞ്ഞ ആ കഥയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാചകം എഴുതുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിളിലെ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ആ കഥയിൽ ഈ ധൂർത്തപുത്രൻ വീട് വിട്ട് ഓടിപ്പോവുകയും കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ വളരെ ഔദാര്യത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. വലിയ കാളക്കുട്ടിയെ അറുത്ത് അതുകൊണ്ട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മുടിയനായ പുത്രനെ, ധൂർത്തപുത്രനെ സ്വീകരിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ അടുത്ത് നിന്നിരുന്ന, പിതാവിനോട് വളരെ വിനീത വിധേയരായിട്ട് നിന്നിരുന്ന മറ്റു സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ ഇത്ര വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നിട്ടില്ല, ഞങ്ങൾ എക്കാലവും ഈ പറയുന്ന തരത്തിൽ താങ്കളോട് വിധേയപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. എന്താണ് ഈ പറയുന്ന താങ്കളെ എതിർത്ത് പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ നൽകി ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ബൈബിളിൽ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പുത്രനാണ് തിരിച്ചു വന്നത്, അപ്പം അതുകൊണ്ട് അത് ആഘോഷിക്കേണ്ട സന്ദർഭമാണെന്നുള്ള അർത്ഥത്തിലുള്ള വാചകമാണ് ആ പിതാവ് പറയുന്നത്. അപ്പം ആ പിതാവിൻ്റെ സ്ഥാനത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സങ്കല്പിച്ചിട്ടാണ് സവർക്കർ ഈ ഉപമ പ്രയോഗിക്കുന്നത്. മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ, ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ രക്ഷാകർതൃത്വത്തിൻ്റെ വാതിലുകളല്ലാതെ മറ്റെന്താണ് അവന് മുന്നിൽ തുറന്നിടുക എന്ന് പറയുന്ന ഒരു വാചകമാണ് അതിനുള്ളിൽ എഴുതുന്നത്. അപ്പം ക്രഡോക്കിന് എഴുതുന്ന കത്തിൽ ഈ മൂന്നാമത്തെ മാപ്പപേക്ഷയാവുമ്പോഴേക്കും സവർക്കർ സമ്പൂർണമായ ബ്രിട്ടീഷ് അനുകൂലിയായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ബ്രിട്ടീഷ് അനുകൂലിയായി മാറാൻ തക്ക വിധത്തിൽ ഒന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെയ്തിട്ടില്ല, മറിച്ച് കൂടുതൽ ബ്രിട്ടീഷ് വിരോധിയാവാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് താനും. അപ്പം അതുകൊണ്ട് ഈ സവർക്കറുടെ മാറ്റം എന്ന് പറയുന്നത് ആത്മധൈര്യമില്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്നത് വിലപ്പോകില്ല എന്നുള്ളത് കൊണ്ടും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടം സംഭവിക്കും എന്ന തരത്തിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടും അങ്ങനെ വളരെ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, സവർക്കർ ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയല്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. സ്വാതന്ത്ര്യ സമരത്തിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധതയിൽ തന്നെ തുടർന്നിരുന്ന, എത്ര പീഡനം സഹിച്ചും അത് തുടർന്നിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ആ കാലത്ത് തന്നെ ആൻഡമാൻ തടവറയിൽ ഉണ്ടായിരുന്നതൊക്കെ നിരവധി പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളും അവരൊക്കെ തന്നെ ബ്രിട്ടീഷ് തടവറയിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പോയിട്ടുള്ള ആളുകളാണ്. അവരിൽ ഒരാളും ഈ തരത്തിലുള്ള മാപ്പപേക്ഷയോ ക്ലമൻസി പെറ്റീഷനോ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ പക്ഷത്തായി എന്ന മട്ടിലുള്ള പ്രസ്താവനയോ പുറപ്പെടുവിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്ന മട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു അപേക്ഷ എഴുതുക എന്നതിനർത്ഥം തങ്ങളുടെ ജീവിതത്തെ ഒറ്റിക്കൊടുക്കുക എന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സവർക്കർ ഈ കത്ത് എഴുതുന്നതോടെ, മൂന്നാമത്തെ മാപ്പപേക്ഷ എഴുതുന്നതോടെ സമ്പൂർണമായി ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് അനുകൂലി ആയിത്തീരുന്നു.